ജോലി കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങിയ ഡോക്ടറെ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി. വയനാട് പുൽപ്പള്ളി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ ജിതിൻ രാജനാണ് മർദ്ദനമേറ്റത്. ഡ്യൂട്ടിക്കിടെ സഹ ഡോക്ടറോട് ചിലർ കയർത്ത് സംസാരിച്ചത് ജിതിൻ ചോദ്യം ചെയ്തിരുന്നു. സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് ചേട്ടാ ഒന്ന് ശബ്ദം കുറച്ച് സംസാരിച്ചൂടെ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അയാളോട്. അതിനുശേഷം ആ പേഷ്യൻ്റ് പോയി ഞാനും അത് വിട്ടു. ആ സംഭവം ഒരു 12:30 സംഭവിക്കുന്നത്. അതിനുശേഷം ഞാൻ OP കഴിഞ്ഞ് ബൈക്കിലേക്ക് കയറാൻ വേണ്ടി ഹെൽമെറ്റ് ഇട്ടങ്ങ് പുറത്ത് ജസ്റ്റ് നമ്മുടെ ആശുപത്രി മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ഈ വ്യക്തി പുറകിൽ നിന്ന് മോശമായ രീതിയിൽ വിളിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തിരിച്ച് എന്താണെന്ന് ചോദിച്ചപ്പോഴേക്കും ആൾ നേരെ വന്ന് എൻ്റെ അച്ഛനെ വിളിച്ചു. ഒരു 2 മിനിറ്റ് 5 മിനിറ്റ് വരെ വലിച്ചുകൊണ്ട് പോയിട്ട് അപ്പുറത്തുനിന്ന് ഇത് പ്രശ്നമായെന്ന് അറിഞ്ഞ ആൾക്കാർ കൂടി വന്നപ്പോഴേക്കും ഇയാളുടെ കൂടെ ഒരാൾ ഒരു ജീപ്പ് എടുത്ത് പോകാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ അയാൾ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഞാനത് പോകാതിരിക്കട്ടെ പെട്ടെന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി ഫോണൊക്കെ എടുത്ത് പിടിക്കാനെടുത്ത് അതിൻ്റെ മുകളിൽ കഴുത്തെ പിടിച്ച് അതുപോലെ ആ മുറിവൊക്കെ ഉണ്ട് കഴുത്തിലും കയ്യിലും ചവിട്ടും. ഞങ്ങളുടെ പ്രവർത്തകനായ ഡോക്ടർ ജിതിൻ രാജിനെ ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ട് ഹോസ്പിറ്റലിൽ പുറത്തിട്ട് മർദ്ദിക്കുകയും ചെയ്തു. ഈ ഒരു വ്യവസ്ഥ ഇത് കുറേ കാലങ്ങളായിട്ട് നമ്മുടെ ഈ ഹോസ്പിറ്റലിലുണ്ട്. സഹപ്രവർത്തകയായ ഡോക്ടർ അനു പേഷ്യൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നതിനിടയിൽ അയാൾ ലേഡി ഡോക്ടറോട് ആക്രോശിച്ച് പെരുമാറിയതിനെ ചോദ്യം ചെയ്തതിനാണ് ഡോക്ടർ ജിതിൻ രാജിനെ ഇങ്ങനെ ആക്രമിക്കുകയും ചെയ്തത്. ഞാൻ ഓരോ പ്രാവശ്യം അയാളോട് ഓരോ ഉത്തരങ്ങൾ പറയുന്നതിനനുസരിച്ച് അയാൾ സൗണ്ട് റേസ് ചെയ്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. ശബ്ദം ഒരു പരിധിയിൽ കൂടുതലായപ്പോൾ ഡോക്ടർ ജിതിൻ സൗണ്ട് കുറച്ച് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിനുശേഷം അയാൾ OPയിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. ഒരു 1 മണി 1:15 കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ OP വൈൻഡപ്പ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കേൾക്കുന്നത് ഡോക്ടറുടെ ഒരു കൂട്ടം ഈ ബൈസ്റ്റാൻഡർ കൈയേറ്റം ചെയ്യുന്നതായിട്ടാണ്. ഞാൻ പുറത്ത് വന്നപ്പോഴത്തേക്കും അയാളുടെ ഡോക്ടറിനെ ഉപദ്രവിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പ ചേരുകയാണ് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, എന്താണ് സംഭവിച്ചത് എന്ന് ഈ ഡോക്ടേഴ്സ് തന്നെ പറയുന്നുണ്ട്. നിലവിൽ ഇയാൾക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. ഇത് ആരാണെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ? പോലീസ് അത്തരത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. എന്തായാലും ഈ സംഭവം ഉണ്ടായത് ഉച്ചയോടുകൂടിയാണ്. പുൽപ്പള്ളി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലാണ് ഡോക്ടർ ജിതിൻ രാജിനെ ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം ഡ്യൂട്ടി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് ആക്രമണം ഉണ്ടായത്. ഒരു രോഗിക്കൊപ്പമെത്തിയ ബൈസ്റ്റാൻഡറാണ് ആക്രമിച്ചതെന്നുള്ള തരത്തിലുള്ള വിവരമാണ് ലഭ്യമാവുന്നത്. ദൃശ്യങ്ങളടക്കമുണ്ട്. ആ ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. എന്തായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യമാണ് ഈ ഡോക്ടർമാർ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. നേരത്തെ ഈ ആശുപത്രിയിൽ ഡോക്ടർമാർക്ക് മതിയായ സുരക്ഷ ലഭ്യമാക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിനും അതോടൊപ്പം തന്നെ DMOക്കും ഇത്തരത്തിൽ നിവേദനം നൽകിയിരുന്നു. പക്ഷേ അതിനു മുകളിൽ ഒരു തരത്തിലുള്ള തീരുമാനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഡോക്ടർമാർ ഉന്നയിക്കുന്ന ആക്ഷേപം. പ്രവിത. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഡോക്ടർക്ക് മർദ്ദനമേറ്റു എന്നുള്ള വിവരമാണ് സുർജിത്ത് അയ്യപ്പത്ത് പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.